കടവുൾ മനിതനാக പിറക്ക വേണ്ടു. കണ്ണദാസന്റെ ഒരു പാട്ടുണ്ട്, ഭയങ്കര പാട്ടാണ്. അത് മുഴുക്ക തത്വമാണ്. മനിതനായി പിറന്നാലേ കടവുളിന് മനസ്സിലാവൂ இந்த உலகத்தை பற்றி. കരയാതിരിക്കുവാനത് നമുക്ക് എന്നാ പണ്ണ മുടിയും, എല്ലാമേ അവൻ തീർന്നു. എന്നാലും സർ പ്ലീസ് മിസ്റ്റർ ആനന്ദ്, ആനന്ദ് കരഞ്ഞ നാനും കരച്ചു പോകും. സോറി സർ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് മിസ്റ്റർ ആനന്ദ്. ഒരു 5 മിനിറ്റ് എന്റെ വീട്ടിലൊന്ന് കയറണം. താങ്കളുടെ പുണ്യപാദം എൻ വീട്ടിൽ പതിയട്ടോ. உள்ளவாங்க. அம்மா லட்சுமி, இது மிஸ்டர் ஆனந்த். நம்ம ஹோட்டலில் தங்கி இருக்க. மத்தியானம் சாப்பாடு வேணும். வணக்கம் அம்மா. വണക്കം. ഇവക്ക് നന്നായി മലയാളം പേശാൻ അറിയാം. ഇദ്ദേഹം മലയാളിയാണോ? ആമാ. ഉക്കാർ തമ്പി. താങ്ക് യു. ആമാ. சாப்பாடு பிரமாதமா இருக்கணும். அவர் யாரும் தெரியுமா? கடவுள். എന്ത് കടവുള്? எந்த கடவுள் அல்ல, கடவுள். இக்காலத்து இந்த மாதிரி மனிதന്മാരെ பார்க்கிறது ரொம்ப பிரயாசம். விவரமா அப்புறம் சொல்றேன். ഒന്നുകിൽ നിങ്ങൾ മലയാളം പറ, അല്ലെങ്കിൽ തമിഴ് പറ. 2 ഭാഷ ഇങ്ങനിട്ട് കൊല്ലാതെ. உனக்கு தெரியல, எனக்கு மலையாளம் வர்றது ரொம்ப கஷ்டம். வந்து நான் ட்ரை பண்ணல. சீக்கிரம் சாப்பாடு ரெடி பண்ணு. செல்ல. மிஸ் ஆனந்த், வாங்க என் ரூமுக்கு போகலாம். அது எடு. வாங்க. உட்காரு. ഇതെന്താ സാർ പിയാനാണോ? பாருங்க കണ്ണ. യു വാണ്ട് എ പെഗ്? ശിവ, എനിക്കിതൊക്കെ കാണുന്നതിന്റെ വെറുപ്പാ. സോറി, ഞാൻ നനച്ച് സായിപ്പിനോട് ജീവിച്ച ആളാവുമ്പോ. സോറി, സാറിന് തെറ്റി. മലയാളി വെച്ച് മദ്യഷാപ്പ് നടത്തിയ 3 പേരെ തല്ലിയവനാ എന്റെ ബർക്കിലി സാഹിബ്. ഓഹോ, മദ്യവിരുദ്ധ പ്രക്ഷോഭണം നടത്തി അവിടെ ജയിലിൽ കിടന്നവനായി ഞാൻ. മன்னிச்சிருங்க. ഇറ്റ്സ് ഓൾ റൈറ്റ്. நானும் വലിയ மദ്യவிரோதியாയിരുന്നു. பட் 3 வருஷத்துக்கு முன்னாடி நான் ஸ்டார்ட் பண்ணியாச்சு. എന്താ ഹോട്ടലോ? அல்ல, தண்ணி அடி. ഓഹോ. எனக்காக ഒരു മകളേ ഉള്ളൂ. അവളാണ് ഇപ്പോ എന്റെ നെഞ്ചത്തെ കിള്ളി കിള്ളി എടുത്തോണ്ടിരിക്കുന്നത്. മലയാളത്തിൽ പേശുങ്കോ? ഓ സോറി. 3 വർഷം മുമ്പ് അവിടെ കല്യാണം നിശ്ചയിച്ചത്. ഒരു ആക്സിഡന്റ്. അവൾ ഓടിച്ച മാരുതി ഒരു ലോറിയിൽ ഇടിച്ചു. ഓഹോ. കാല് തളർന്നുപോയി. കല്യാണ പയ്യൻ കല്യാണം പണ്ണാമേ പോയിട്ടേ ആനന്ദ്. അപ്പടിയാ? സാർ എന്നോട് പറഞ്ഞു അഴുകാതെ എന്ന്. ഞാനിപ്പോ സാറിനോട് പറയുന്നു അഴുകാതെ. സാർ, എനിക്ക് എത്രയും പെട്ടെന്ന് ആ പാവത്തിനെ കാണണം. വരൂ, കാണാം. ആനന്ദ്, ഇതാണ് എൻ ഡോട്ടർ. അച്ഛൻ എപ്പോഴാ വന്നേ? ഇപ്പത്താ. ഞാൻ ഇവരെ ഉനക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ ആനന്ദ്, അനാഥന. മലേഷ്യയിലെ ഒരു അനാഥൻ. ஆமாமா, இப்ப அநாதருக்கு 25,000 ரூபாய் பணத்தை கொடுத்துட்டு வந்துட்டேன். அവിടെയുള്ള അനാഥ പസങ്ങളെ பார்த்தப்போ എനിക്ക് ഉന്നെ പറ്റി ஞாபகம் வந்து பாப்பா. கடவுள் எதுக்கு பாப்பா இந்த மாதிரி ஒரு விதி உனக்கு தந்தது? സാർ, ഇനി വന്നേ, ഒരു കാര്യം പറയട്ടെ. ആനന്ദ്, എൻ പാപ്പാവെ പാര്. സാർ, ഡോണ്ട് ബി ഇമോഷണൽ പ്ലീസ്. വന്നേ. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ അത് പറയൂ. ഇല്ല. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാർ ഇരിക്കൂ. ഞാൻ പഠിച്ച മനുഷ്യ മനഃശാസ്ത്രം വെച്ച് സാർ ഇപ്പൊ കാണിച്ച് ഭയങ്കര തെറ്റാ. ആ കൊച്ചാണെങ്കിൽ സ്വതേ ദുർബല. അതിനെ ഗർഭിണിയും കൂടെ ആക്കിയാൽ എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ സൊല്ലേൻ. സാർ, സ്വന്തം മകളുടെ കാല് തളർന്നാൽ ആർക്കും ദുഃഖം കാണും. പക്ഷെ അത് മകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിച്ചാൽ അവൾ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കും. അച്ഛനും അമ്മയ്ക്കും താനൊരു ഭാരമാണെന്ന് അറിഞ്ഞാൽ ആ കുട്ടി വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. അയ്യോ, എന്താ അയ്യോ? ഞാൻ തനിച്ച് എന്ന് ആ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. സാർ റോഡിലോട്ട് നോക്കിയിരുന്നു.
ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നില്ലല്ലോ. ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ച്? അതാണ് എനിക്കും ഓർമ്മയില്ലാത്തത്. ശല്യപ്പെടുത്തുകയല്ല, ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും. അതിനെന്താ? പെട്ടെന്ന് കണ്ടുമുട്ടിയ ഒരുത്തൻ ഉപദേശിക്കുന്ന എന്തിനെന്ന് തോന്നരുത്. മുറിക്കകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കരുത്. എനിക്കതാണ് ഇഷ്ടം. ആ ഇഷ്ടങ്ങൾ മാറ്റണം, എന്നിട്ട് പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല. എന്തൊക്കെയാണ് ആ ഇഷ്ടങ്ങൾ? അങ്ങനെയൊന്നുമില്ല. എന്നോട് പറയില്ലായിരിക്കും. അതല്ല, പിന്നെ പുസ്തകങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. ഓഹോ, എങ്ങനെയുള്ള പുസ്തകങ്ങൾ? കവിതയൊക്കെ എനിക്കിഷ്ടമാ. തന്നെയോ? എനിക്ക് തോന്നി നമ്മൾ തമ്മിൽ പൊതുവായി പല ഇഷ്ടാനിഷ്ടങ്ങളുള്ളവരാണെന്ന്. കവിത എന്റെയും ജീവനാണ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ മലയായിൽ ഭയങ്കര മഴയാണ്. ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഒരേ എഴുത്താണ്. കവിത, ഇരുൾ മേഘങ്ങൾ, വെള്ളിടികൾ, പുതുമഴയിൽ കിളിർക്കുന്ന പൂച്ചെടികൾ. ആ സീസണിൽ എന്നിലെ കവിക്ക് എന്തും വിഷയങ്ങളാണ്. എന്റെ കവിത വായിച്ച് ബെർക്കലി സാഹിബ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഓ ദയനീയം. ജീവിതമാമൻ നൗക പ്രക്ഷുബ്ധ സാഗരത്തിൽ ആടിയുലയവേ വന്നു മനഃശാന്തിയേകുവാൻ ഒരു കുളിർ ചന്ദ്രിക കണക്കയേ നീയൂ. മിസ്റ്റർ ആനന്ദിന് സാപ്പാട് പിടിച്ചില്ലേ? വളരെയധികം പിടിച്ചു. എന്നിട്ടെന്താ സാപ്പിടാത്തത്? സാപ്പിടും. കവികൾ പൊതുവെ ഭക്ഷണപ്രിയരല്ലല്ലോ. ഒരു ചായയും 2 ബീഡിക്കുറ്റിയും, അതാ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ബീഡിക്കുട്ടിയോ? കുട്ടിയല്ല, കുറ്റി, ബീഡിക്കുറ്റി. ഫോൺ ഫോൺ. മുളക്. ഹലോ, യെസ്, എം ഡി പുരുഷോത്തമ ഹിയർ. ആ മാനേരാ, என்ன குப்பசாமி? யாரு? தெலக்கனா? அவன் அப்படி சொல்லியாச்சா? சே, அந்த ஏமாளி பசங்க அவனுக்கு பாத்துக்கிட்டு எல்லாம் கொடுத்துட்டு கடைசியில் இப்படியாச்சா? 2 லட்சம் தானே கொடுக்கணும். அதுக்கு என்ன கொடுக்கலாமே? ஏன் குப்பசாமி, அவன் 2 நாள் வெயிட் பண்ண சொல்லு. ஏன் புறம்போக்கு, நான் சொன்ன சொல்லு. முடியாது, அடுத்த வாரம் தான் கொடுக்க முடியும். என்ன ஒண்ணும் பண்ண சொல்லு. இடியட்ஸ். ஏய் நின்னே இல்லப்பா அந்த திருட்டு பையல. போன் கட் பண்ணு. അടുത്ത ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും. അവിടെ പുതിയൊരു അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ്. அப்படியா? ആമാം, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം. ഞാൻ ചീഫ് ഗസ്റ്റും. 6 ലക്ഷം രൂപ അന്ന് അവിടെ കൊടുക്കണം. எதுக்கு? എതുക്കോ? സംഭാവനയാണ് സർ. ஐயோ, അയ്യോ അവിടെ ഇരിക്കട്ടെ. താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഏതോ ഒരു ചെല്ലക്കണ്ണിന് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? ചെല്ലക്കണ്ണ വന്ന് ബാങ്ക് മാനേജർ. ഹോട്ടൽ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 2 ലക്ഷം ഞാൻ തരാം. അയ്യോ, അത് വേണ്ട. നോക്കൂ സർ, എന്നെ ഒരു അന്യനായിട്ട് കാണരുത്. ഹൈദരാബാദിൽ 6 ലക്ഷം ചുമ്മാ റൂമിലിരിക്കുകയല്ലേ. അതിൽ നിന്ന് 2 ലക്ഷം എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി. അയ്യോ, അത് വേണ്ട പ്രശാന്ത്. പ്ലീസ് സർ. അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. കേട്ട സ്ഥിതിക്ക് 2 ലക്ഷം ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അല്ല, അത് ഡോണ്ട് സേ നോ പ്ലീസ്. പ്ലീസ് സർ. താങ്ക് യു മിസ്റ്റർ ആനന്ദ്. ഈ മിസ്റ്റർ ആനന്ദിലെ മിസ്റ്റർ ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഓഹ്, ഐ ആം സോറി. ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. പറയൂ. വട്ടി. വട്ടിയോ? പലിശ. മിസ്റ്റർ ആനന്ദ് എന്നോട് പലിശ വാങ്ങണം. അയ്യോ, ശാന്തം പാപം. സർ, ഞാൻ ഈ പണം ബാങ്കിലിടാത്ത എന്താണെന്നറിയോ? ബാങ്കിലിട്ടാൽ അവർ എനിക്ക് പലിശ തരും. ഐ ഹേറ്റ് പലിശ. ബ്ലഡി പലിശ. സാർ പോയി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കൂ. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനിയൊരു വിഷയം. ഈ പണം
ഇവിടെ റൂമിൽ വെക്കണ്ട, ഞാൻ റിസപ്ഷനിൽ പറയാം. അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ, റിസ്ക് എടുക്കണ്ട. ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്കിലാണ് സാർ. എന്നെ റിസ്ക്? അതെല്ലാം ചൊന്നാൽ സാറിന് പുതിയ സാർ ചെല്ലു, കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കും വലിയ തിരക്കുണ്ട്, ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സാർ വീട്ടിലെ ഫോൺ നമ്പർ? ഓ സോറി. താങ്ക് യു സാർ. ബൈ ബൈ. ഓ 43982997. പിന്നാലെ പോട്ടെ, വേഗം വിട്, വേഗം വിട്. വിട് വിട് വിട്. സീക്കിരം പോ. മാറ് മാറ്. വിട് വിട് വിട്. സീക്കിരം പോ, വേഗം പോ. പോമാട്ടെ. சீக்கிரம் போங்க ஐயா. എവിടെ? ഓട്ടോ എവിടെ? எனக்கு தெரியாது சார். അതിന്റെ പുറകെ ഒന്നും പിടിക്കാനല്ലേ പറഞ്ഞത്? தெரியாது சார். துட்டு கொடுங்க. ഫുഡ് എത്രയാ? 100 രൂപ. ഓ അത്രേ ഉള്ളൂ അല്ലേ? 500 രൂപയുടെ ചേഞ്ച് ഉണ്ടോ? ഇല്ല സാർ. ഓ ഇല്ല. എന്നാ ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ, അവിടെ ചെന്നിട്ട് ഞാനിപ്പോ മാറ്റിയിട്ട് ഇപ്പൊ വരാം. യോ യോ നില്ലിയ പോലീസ്. അമ്മേ, ഇത് ആനന്ദാണ്. ഓ ഒന്നുമില്ല, വെറുതെ. മനീഷ ഉറങ്ങിയോ? കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. ഒരു കാര്യം ചോദിക്കാനാ. ആ മനീഷ, ഇത് ആനന്ദാണ്. ഞാൻ ഉപദ്രവിക്കാണോ? ഒരിക്കലും ഇല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാൻ ആരും അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒരനാഥൻ, ആരോരുമില്ലാത്ത ഒരനാഥൻ. ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. അത് നേരാണ്. എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ മനീഷയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെയും വെച്ചല്ല, ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ 1000 സ്വപ്നങ്ങളിൽ. അതുപോട്ടെ, നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഒന്നിനും കഴിഞ്ഞില്ല. ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. പണ്ടങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക
ഞാൻ അറിയാതെ പുറത്തെടുത്തു. എന്തൊക്കെയോ എഴുതി. കവിതയല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ? എന്താ ഒന്നും മിണ്ടാത്തെ? അനുവദിച്ചില്ലേലും ഞാൻ ചൊല്ലും. കേൾക്കൂ. നിനവും കർമ്മങ്ങളും അറിയും നിഖിലം നിൻ ലാവണ്യങ്ങൾ, അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു. പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ, ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു. എവിടെ നിന്നിന്ദ്രൻ കാർമുകിലെവിടെ, മുകിൽ തുന്തുവി എവിടെ, മയൂരച്ചിറകാടിയ മണിവർണ്ണ പീലികളെവിടെ? നന്നായില്ലെന്നറിയാം. അല്ല, എനിക്കറിയില്ല. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ എഴുതാൻ സിൻസിയറായിട്ട് പറയാ. ഇറ്റ് ഇസ് വണ്ടർഫുൾ. താങ്ക് യു മനീഷ, താങ്ക് യു. എന്നിലെ കവിയെ തട്ടിയുണർത്തിയ ചെല്ലക്കുരുന്നേ, എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു, ഐ ലവ് യു മനീഷ. ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു. நான் பாத்துங்கடா. என்ன சாப்பிடியா? நல்லா சாப்பிடு. என்ன வேணும் சார்? ഒന്നും വേണ്ട, ചുമ്മാ. சும்மா நிக்காத, போங்க. ആ വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ പുരുഷോത്തം. ചേട്ടൻ ബാങ്കിൽ പോയിരിക്കുക. ഓ ഇരിക്കൂ വേണ്ട, ഇരിക്കൂ. ഓ പ്ലീസ്. എന്നാണ് ഇവിടുന്ന് പോകുന്നത്? 6-ാം തീയതി. എന്തിനാ പോകുന്നത്? ഹൈദരാബാദിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അനാഥ മന്ദിരത്തിന്റെ കെട്ടിടം പണി ഉദ്ഘാടനം. 6 ലക്ഷം രൂപ അന്ന് അവിടെ എത്തിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. പോകാതെ പറ്റില്ല. എന്താ ചോദിച്ചേ? ആ, ഇല്ല, ഒന്നുമില്ല. മനീഷ ചോദിച്ചു. എന്തു ചോദിച്ചു? മിസ്റ്റർ ആനന്ദ് എന്നാണ് പോകുന്നതെന്ന്. എന്തോ ആനന്ദ് ഇന്നലെ അവളോട് സംസാരിച്ചല്ലോ. അതുമുതൽ അവൾക്ക് വലിയ ഉത്സാഹം. വിഷമങ്ങളെല്ലാം ഒന്ന് മാറിയതുപോലെ. ഓഹോ, പാവം കുട്ടി. എവിടെ അവൾ? മുറിയിലുണ്ട്. എങ്കിൽ ഞാൻ ചെന്ന് കുറച്ച് സംസാരിക്കാം. ഉം. വേണ്ട, കിടന്നോളൂ. തെറ്റായി പോയോ? പറയൂ മനീഷ. എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ. ഐ ലവ് യു എന്ന് പറഞ്ഞത് അവിവേകമായി പോയോ? കവികൾ വളരെ ദുർബലരാണ് മനീഷ. ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ? എന്നുവെച്ചാൽ യു ലവ് മീ. എനിക്കത് മതി. ഈ പ്രപഞ്ചത്തോട് എനിക്ക് വിളിച്ചു കൂവണം, മനീഷ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്. എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്. എന്നെ മാത്രം.